ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഇതൊക്കെ കണ്ടപ്പം തന്നെ മനസ്സിലായി കാണുമായിരിക്കാം, ഞങ്ങൾ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ ഒരു പള്ളി പെരുന്നാളൊക്കെ കൂടുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെയായിട്ടും അങ്ങനെ പള്ളിയിൽ പെരുന്നാൾ കൂടാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തവണ ഞങ്ങൾ ക്രിസ്മസും പെരുന്നാളൊക്കെ കൂടാലോ എന്നോർത്ത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് വെക്കേഷന് വന്നത്. എൻ്റെ ഇടവക എന്ന് പറയുന്നത് കോതനല്ലൂർ ഫൊറോന പള്ളിയാണ്. ഈ ഉണ്ണീശോയുടെ പെരുന്നാളാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ നമ്മളിപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ കന്തീശങ്ങൾ, ഗർവാസിസ് ആൻഡ് പോർത്താസിസ്, 2 ഇരട്ടകളാണ്. അപ്പം ആ പെരുന്നാൾ ജൂണിലാണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ ഇരട്ടകളും തന്നെ ഇവിടെ വരാറുണ്ട് കേട്ടോ ഈ പള്ളിയിൽ. ഇത് പിന്നെ പ്രദക്ഷിണം കേട്ടോ. അപ്പം പള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് കളത്തൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെ ആ ടൗണിൽ കൂടെ മൊത്തം ഇങ്ങനെ ഒന്ന് കറങ്ങി വരും കേട്ടോ. നല്ലൊരു രസമായിരുന്നു. പണ്ടത്തെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞൊരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ. ഈ പെരുന്നാളൊക്കെ ഒന്ന് കൂടി. ഇപ്പം പിള്ളേരാണേലും അങ്ങനെ പെരുന്നാളൊന്നും കൂടി അവർക്ക് പെരുന്നാൾ എന്നാന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം അവർക്ക് സന്തോഷമായിരുന്നു കണ്ടതിന് ശേഷം. ഈ പ്രദക്ഷിണം ചെല്ലുന്നത് കോതനല്ലൂർ കുരിശുപള്ളിയിലേക്ക് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു ലതീഞ്ഞും വെടിക്കെട്ടും ഒക്കെ ആയിട്ടാണ് ചെറിയൊരു പ്രാർത്ഥന അതൊക്കെ ആയിട്ട്. ഇപ്പം എല്ലാവർക്കും ലതീഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ആഘോഷപൂർവ്വമായിട്ട് തിരിച്ച് നമ്മൾ പ്രദക്ഷിണമായിട്ട് തന്നെ പള്ളിയിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ഇപ്പം ഈ കാണുന്നത് നമ്മൾ പള്ളിയിലേക്ക് പ്രദക്ഷിണം വന്ന് കയറുന്നതാണ്. നല്ല രസമായിട്ടോ നമ്മളിതൊക്കെ കാണുമ്പോൾ. ഈ ലൈറ്റും ഇതും എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ പ്രദക്ഷിണം ചെന്ന് കറങ്ങി ഇങ്ങനെ പള്ളി ചുറ്റി ഇങ്ങനെ കറങ്ങി വരും. അതിനുശേഷം പള്ളിയിൽ വെച്ച് വാർഷിക അവസാന പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സാധാരണ വെടിക്കെട്ടായിരുന്നു. പക്ഷേ ഈ തവണ വെടിക്കെട്ടില്ലായിരുന്നു. അതിന് പകരമായിട്ട് ഈ ബാൻഡ് മേളത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയൊക്കെ ഒരു മത്സരം പോലെ ഉണ്ടായിരുന്നു, ഒരു 3 ബാച്ചിൻ്റെ. പിന്നെ തോമാച്ചൻ അവിടെ കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നില്ല. പുള്ളിക്ക് ഓരോ സാധനങ്ങളും വേണം കേട്ടോ. അപ്പം പള്ളിയുടെ ഒരു ഭാഗത്ത് അവിടെ സ്കൂളുണ്ട്. LP സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പം ഈ വെച്ചുണിക്കടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് മലബാർ മുട്ടായി, ഉഴുന്നാടവള്ളി, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മേടിച്ചായിരുന്നു. പെരുന്നാളിന് മുമ്പ് എന്തായാലും ഉഴുന്നാടവള്ളി മേടിക്കുന്നത്. അതിനെന്താണ് നിങ്ങൾ പറയുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളൊക്കെ ഉഴുന്നാടവള്ളി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു റിങ് പോലെ ഇരിക്കും. പിന്നെ ഇത് വെച്ചുണിക്കടയാണ്. പണ്ട് പെരുന്നാളിനൊക്കെ കൂടാൻ കിട്ടുന്ന പൈസ നമുക്ക് ടിപ്പ് കിട്ടുമല്ലോ. ആ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ച് നമ്മൾ വളയും മാലയും സ്ലൈഡും ഒക്കെ മേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ തവണ പെരുന്നാൾ കൂടി ഇപ്പം ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മ, എന്നാ പറയുന്നത്, നൊസ്റ്റാൾജിയ ഫീലായിരുന്നു. എല്ലാം ഞങ്ങളിങ്ങനെ ഇവന്മാരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെയായിരുന്നു പണ്ട്. ഞങ്ങൾക്ക് പെരുന്നാൾ കൂടാൻ പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളും മേടിക്കുമെന്നൊക്കെ ഇവന്മാരോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ നല്ല അടിപൊളി പെരുന്നാളായിരുന്നു. എല്ലാവരും ഹാപ്പിയായി. നമ്മളും എല്ലാവരും കൂടി ഉള്ളപ്പോൾ, മക്കൾ കൂടുതലൊക്കെ ഉള്ളപ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പോൾ അവർ ഹാപ്പിയായിരുന്നു. അപ്പോൾ പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.